ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിടിക്കാച്ച ഐറ്റംസുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചിക്കനെ കൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2.5 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് നന്നായിട്ട് വിനാഗിരിയോ തൈരോ എല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെക്കുക. വെള്ളം തോരാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. സാധാരണ ഒരു പാത്രത്തിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പാല് ഒഴിക്കുക. ഫ്രഷ് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നീട് ആ പാലിലോട്ട് ഒരു 1.5 സ്പൂണോളം വിനാഗിരി ചേർക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ആ വിനാഗിരിയും പാലും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കുക. പിന്നീട് മീഡിയം ടൈപ്പിൽ ഒരു ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പകുതി സവോളയും ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഒരല്പം വെള്ളവും കൂടെ വേണമെങ്കിൽ ഒഴിക്കുക. വേണ്ട എങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിൽ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ 15 മിനിറ്റ് മാറ്റി വെച്ച ആ പാലും വിനാഗിരിയുടെ മിക്സിലോട്ട് ഒരു 3 സ്പൂണോളം പെപ്പർ പൗഡർ ചേർക്കുക. 3 സ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ച സവോളയുടെ പകുതിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലോട്ട് ചേർക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്താൽ മതി. അതിനുശേഷം ഒരു 1.5 സ്പൂണോളം ചുവന്ന മുളക് പൊടി ചേർക്കുക. ജസ്റ്റ് ഒരു കളറിനായിട്ടാണേ. പിന്നീട് 1 സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ അതിലോട്ട് ചേർക്കുക. നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം റെഡ് കളർ ചില്ലി പൗഡർ ചേർത്താൽ മതി. കളർ വേണ്ടാത്തുള്ളവർക്ക് നോർമൽ ചില്ലി പൗഡറും ചേർത്താൽ മതി കേട്ടോ. പിന്നീട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക. ജസ്റ്റ് ഒന്ന് നോക്കണം ഉപ്പ് കറക്റ്റ് പാകമാണോ എന്ന്. പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്താൽ മതിയേ. എനിക്ക് പോരാ എന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ തോരാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പോകാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ പീസുകൾ അതിലോട്ട് ചേർക്കുക. അത്യാവശ്യം വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ ചിക്കനെ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആ മസാലകളെല്ലാം ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട്. പിന്നീട് മറ്റൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർക്കുക. 1 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. 1 കപ്പ് മൈദ ചേർത്തു. പിന്നീട് 2 സ്പൂണോളം കോൺഫ്ലവറും കൂടെ ചേർക്കുക. 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്തു. കോൺഫ്ലവർ ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. മൈദ ചേർത്ത് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണേ. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർക്കുക. മുമ്പ് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ പേസ്റ്റ് ഇല്ലേ, ഇഞ്ചി വെളുത്തുള്ളി സവാള, ഒരു 1/2 ടീസ്പൂൺ പേസ്റ്റും അതിലോട്ട് ചേർക്കുക. 2 മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് യോജിപ്പിക്കണേ. ഒരല്പം ഉപ്പും കൂടെ ചേർക്കണേ. അതൊന്ന് മാറ്റി വെക്കുക. പിന്നീട് 1 കപ്പ്
ഓട്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. വലിയ തരിതരി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പൊടിച്ചെടുക്കണം. പിന്നീട് ഒരല്പം ആ മിക്സ് ചെയ്ത ആ കൂട്ടിലോട്ട് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർക്കുക. ഒരു കളറിനായിട്ടാണ് ചേർക്കുന്നത്. മൈദയും കോൺഫ്ലവറും ഉപ്പും പെപ്പർ പൗഡറും മുളക് പൊടിയും ചേർത്ത് ആ മിക്സാണ്. പിന്നീട് ഏകദേശം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ എടുത്തു. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്തൊരു കുക്കർ വെച്ചു. കുക്കറിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലോട്ട് ആദ്യം നമ്മൾ പരട്ടി വെച്ച ചിക്കനിൽ മൈദയുടെ ആ കൂടുതലോട്ട് മുക്കിയതിന് ശേഷം ഓട്സ് അതിൻ്റെ മേലെ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂട് എണ്ണയിലോട്ട് ഇതിടുക. ചൂടെണ്ണയിലോട്ട് ഇടുക. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കണേ. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ചിക്കൻ അധികം വേവില്ലാത്തത് കൊണ്ട് ചിക്കൻ ഒരു 2 പിസിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. പിസിലടുപ്പിക്കണം. 2 പിസിലടുപ്പിക്കുക. 2 പിസിൽ അടുപ്പിച്ചതിന് ശേഷമുള്ളതാണ്. കണ്ടില്ലേ, നമ്മുടെ എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ ചേട്ടൻ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിടക്കുന്നത്. എന്താ ഒരു ഭംഗി കാണാനായിട്ട്. കണ്ടോ, 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. KFC ചിക്കൻ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. നല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടും. പാത്രം കാലിയാകുന്നത് അറിയത്തേയില്ല. അതുപോലത്തെ ടേസ്റ്റാണ്. നമുക്കതൊന്ന് എണ്ണയൊന്ന് തോരാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയൊന്ന് തോരാനായിട്ട് മാറ്റിയതിന് ശേഷം ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനും ബെറ്റർ നമ്മൾ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ. താങ്ക് യു.